ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം. അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുക്കിങ്, പിന്നെ നല്ല അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ കണ്ടില്ലേ, നല്ല ഒരു ചാറ്റമഴയാണ്. എപ്പോഴും അങ്ങോട്ട് തെളിച്ചൊന്നുമില്ല കേട്ടോ, ചാറ്റമഴ തന്നെയായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഓർത്ത് നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ എടുത്ത് വെച്ച് ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഉച്ചക്കത്തേക്ക് കറി വെക്കാനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ദിവസം കൂടിയാണ് ഇന്നിപ്പോൾ മീൻ വെക്കുന്നത്. അപ്പം ഇന്ന് മീൻകറിയും മീൻ വറുത്തതും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കറിയൊക്കെ. അപ്പം ഞാൻ എല്ലാ കറിയും വെക്കുന്ന കാണിക്കുന്നില്ല, മീൻകറി വെക്കുന്ന മാത്രമേ കാണിക്കാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ നല്ല അടിപൊളി തൂളി എന്ന് പറയും ചിലയിടത്ത്, നമ്മുടെ എന്നാ പുല്ല് അങ്ങനെയൊക്കെ പറയും, ഓരോ സ്ഥലത്ത് ഓരോക്കെ പേരാണ് പറയുന്നത്. അപ്പം ചിലടത്ത് കൂരി എന്ന് പറയുന്നേക്കാം, പക്ഷെ കൂരി അതല്ല കേട്ടോ, ശരിക്കുള്ള കൂരി വേറെയാണ്. അങ്ങനെയൊക്കെ പലയിടത്തും പല പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇത് ശരിക്കും തൂളി മുള്ളുള്ള നല്ല മുള്ളുള്ള മീനാണ്. അപ്പം അത് കറി വെക്കുന്നേ, അത് വെട്ടുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലൂടെ. അത് എനിക്ക് നമ്മുടെ ജയ ചേച്ചിയുടെ ഇതിലൂടെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ വീഡിയോ ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിനുമ്പ് നമുക്കിവിടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഒന്ന് ചെയ്യണം. അതിൻ്റെ കൂടെ വേറെ കാര്യപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെയർ റിമൂവിൻ്റെ ഇട്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം എനിക്കൊന്നൊരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ, 2 ആഴ്ചയാകാൻ പോകുന്നു. ഇതുവരെയായിട്ടും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഞാൻ പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, അതെൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടെങ്കിൽ ഭയങ്കര കിശി രാവിലോട്ട് തുടങ്ങിയതാണ്. എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ മഞ്ഞൾ തേക്കാനായിട്ട് ദിവസം വിട്ടു പോകും കേട്ടോ. എല്ലാ ദിവസവും ചെയ്യത്തില്ല കേട്ടോ, ഓർക്കുമ്പോൾ അങ്ങ് ചെയ്യും. പക്ഷെ അങ്ങനെ നിങ്ങളാരും ചെയ്യില്ല കേട്ടോ. നിങ്ങളെല്ലാം കണ്ടിന്യൂ ആയിട്ട് ഉപ്പും മഞ്ഞളും പറ്റണം. അങ്ങനെ പരട്ടാത്തവർക്ക് അത് വീണ്ടും കിളുത്ത് വരും കേട്ടോ. അപ്പോൾ അത് എനിക്ക് പറ്റുന്ന പോലെ തന്നെ വീണ്ടും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണം. വീണ്ടും നമ്മളത് അങ്ങനെ മഞ്ഞൾ തേച്ച് തേക്കാൻ മറന്നു പോയെങ്കിൽ നമ്മളിങ്ങനെ തേച്ചിട്ട് പിന്നെയും, എന്നാലും ആദ്യത്തേൻ്റെ അത്രയൊന്നും ഹെയർ കിളുത്ത് വരത്തില്ല കേട്ടോ, കുറച്ചേ വരത്തുള്ളൂ. വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഷുഗറിൻ്റെ ഇതുകൊണ്ട് ചെയ്തേച്ച് വീണ്ടും മഞ്ഞൾ പറ്റി കൊടുക്കുകയെങ്കിൽ പൂർണ്ണമായിട്ടും മാറും കേട്ടോ. ചിലർ ഈ മുഖത്തെ ഹെയറിൻ്റെ നമുക്ക് നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ചില സമയം നമ്മൾ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഓ അതവിടെ ഇരിക്കട്ടെ, ആരും കാണുന്നില്ലല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മതിയല്ലോ എന്നൊക്കെ. ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും നമുക്കത് കളയാൻ പറ്റാത്തത്. അപ്പം ഞാൻ പറഞ്ഞ മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേര് മറന്ന ഒരു ബ്ലേഡ് പോലത്തെ സാധനം, അതുകൊണ്ട് ഇങ്ങനെ ഞാനും പഠിച്ചു കളയും. അങ്ങനെ പഠിച്ചു കളഞ്ഞതാണ് എനിക്കിവിടെ ഒത്തിരി ഇങ്ങനെ തൊടുമ്പോൾ നമുക്കറിയാം, ആണുങ്ങളുടെയൊക്കെ തടി തൊടുമ്പോൾ അതുപോലെ കട്ടിക്കങ്ങായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ, ചിലർ മനഃപൂർവ്വം വന്ന് നെഗറ്റീവ് കമൻറ്റ് പറയാൻ വേണ്ടി വരുന്നുണ്ട്. കാര്യം നമ്മൾക്ക് ഇത് അനുഭവിക്കുന്നവർക്കറിയാം, ഈ മുഖത്തെ ഹെയർ കിളുത്ത് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ വിഷമം. ഞാൻ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കറിയാം. അവിടെ വന്നേച്ച് മഞ്ഞൾ തേച്ചാൽ പോകത്തില്ല, അങ്ങനെ ഈ മഞ്ഞൾ തേച്ചാൽ പോവുകയല്ലെന്ന് പറയുന്നത് ഇവർ തേച്ചിട്ട് പോലുമില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞോളുക. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ വീഡിയോയിൽ വന്നൊന്ന് കമൻറ്റ് പറഞ്ഞേക്കണേ, ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കുറേ പേര് മറ്റുള്ളവരെ ഇങ്ങനെ നല്ലത് ചെയ്താണ്ടല്ലോ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക എന്ന് ഞാൻ പറയുന്നുള്ളത് കാണുന്നവരുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് ഞാൻ മീൻ അച്ചാർ ഇടുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു, പക്ഷേ കുക്കിംഗ് ഒന്നും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചില്ല. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ മീൻ അച്ചാർ ഇടുന്നത് കാണിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കാണിക്കുന്നത്. ഈ ചിലർക്കൊന്നും കുക്കിംഗ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അത് 2 പേര് വന്നിട്ട് പറഞ്ഞായിരുന്നു, മീൻ അച്ചാർ ഇടുന്ന ഒന്ന് കാണിക്കാമോ വീഡിയോയിൽ എന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന പാചകത്തിൻ്റെയാണ് കേട്ടോ കാണിക്കുന്നത്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അല്ല നമ്മൾ അച്ചാർ ഇങ്ങനെ ചിലരുണ്ടല്ലോ കുക്കിംഗ് ചാനലായിട്ട് തന്നെ ഉണ്ടല്ലോ, അങ്ങനെയല്ല നമ്മുടേത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചെയ്തിട്ട്. അപ്പോൾ ഇനി മീൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് ഞാൻ മീനച്ചാർ ഇടുന്നത് കാണിക്കാം. പിന്നെ ഇനി എന്നായിരുന്നു പറയേണ്ടത്, പിന്നെ പറയേണ്ടത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോയ്ക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ ഇടുമ്പോൾ മാത്രം സപ്പോർട്ട് ചെയ്യാതെ എല്ലാ വീഡിയോയ്ക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ബാക്കി വീഡിയോസും ഒക്കെ നമ്മുടെ വീട്ടുവിശേഷങ്ങളും ഒക്കെ അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ചിലർ പറഞ്ഞു വീട്ടുവിശേഷം കാണിക്കേണ്ട എന്നൊക്കെ അതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊരു ചാനലല്ല നമ്മുടെ, അതുകൊണ്ടാണ് നമുക്ക് അത് കാണാനും ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ചേർത്തിടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്നാന്ന് നമുക്ക് പറയാം. ഞാനിവിടെ കറ്റാർവാഴ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നടുക്കൂടെ മുറിച്ച് വെച്ചേക്കാണ്. ഇതിൻ്റെ മഞ്ഞ ഇതൊക്കെ കളഞ്ഞേച്ചാണ് മുറിച്ച് കുറേ നേരം ഞാൻ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം അതങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഇപ്പോൾ ഇത് നമ്മൾ ഈ കറ്റാർവാഴ എന്ന് പറഞ്ഞപ്പോൾ ഇത് എടുക്കുന്നതാണ്, നമുക്ക് യാതൊരു ചിലവില്ലാത്ത സാധനമാണ്. വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി അതിൻ്റെ കൂടെ ചേർക്കുക.
പിന്നെ കറ്റാർവാഴ, ഇത് രണ്ടും മാത്രം മതി ഇത് നമുക്ക് മുഖത്തായിട്ട്. ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് കുറയുന്നുണ്ട്. അതുപോലെ മുഖത്ത് മോക്കുരു വന്നേച്ച് വരുന്ന കറുത്ത പാടുകൾ പോകുന്നുണ്ട്. പിന്നെ മുഖം നല്ല ഗ്ലോ ആകുന്നുണ്ട്. അരിപ്പൊടി കൊണ്ട് നമ്മൾ എന്നാ ചെയ്താലും നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമ്മളത് മുഖത്ത് പുരട്ടുമ്പോൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നേരിട്ട് സ്ക്രബ് ചെയ്യുന്നത് ചെയ്യൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പുരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജെൽ എങ്ങനെ, നമ്മൾ കറ്റാർവാഴയുടെ കൂടെ നമ്മൾ ഇങ്ങനെ ചിരണ്ടി എടുത്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് എത്ര അതിനകത്തിട്ട് കുഴച്ചാലും ഉണ്ടല്ലോ സെറ്റ് ആകത്തില്ല. അത് ആ കഴക്കം മുഴക്കം കിടക്കത്തേ ഉള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. ഇതുപോലൊരു സാധനം എല്ലാവരുടെയും വീട്ടിൽ കാണും കേട്ടോ. ഇത്രയും നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയുന്ന സൈസ്. ഇതെനിക്കിത് ഒത്തിരി പഴകിയത് അച്ചുവിൻ്റെയും കണ്ണൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മേടിച്ചാൽ ഞാൻ ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അത്യാവശ്യം എന്നതിലൊക്കെ അരി. അപ്പോൾ അതിലോട്ട് നമ്മളിങ്ങനെ കറ്റാർവാഴയുടെ ഇതിങ്ങനെ നടുക്കൂടെ മുറിച്ചതിന് ശേഷം, ഇത് കണ്ടോ, മുറിച്ചതിന് ശേഷം ഇങ്ങനെ ചിരണ്ടി എടുക്കുക. ചിരണ്ടി ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉരച്ചാൽ മതി. ഉരച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിങ്ങനെ ഉരച്ച് രണ്ടിതും ഉരച്ചെടുക്കാം. ഞാൻ ഉരച്ചെടുക്കുന്ന കാണിച്ചു തരേ. ഇതുണ്ട്, അത് കുറേശ്ശേ വീഴത്തുള്ളൂ. നമുക്കത് വലിയ തണ്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജെല്ല്, ഇതിനകത്ത് ഇപ്പോൾ ചെറിയ തണ്ടാണ് എടുത്തേക്കുന്നത്. ജെല്ല് കുറേശ്ശേ ഉള്ളൂ ആ വീഴുന്നത്. ഇത് കൈയും തെന്നി പോകട്ടെ, എന്നാലും ഒന്ന് മുറുക്കെ പിടിച്ചേച്ച് ഇങ്ങനെ ഒന്ന്. തൊലി ഉരയ്ക്കല്ലേ കേട്ടോ, ഇതിനകത്ത് ജെല്ല് മാത്രം മതി നമുക്ക്. തൊലിയൊന്നും ഉരച്ചെടുക്കരുത്, ജെല്ല് മാത്രം മതി. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ഈ ജെല്ല് കിട്ടും അന്നേരം. ഇതുപോലെ ഇത് മുഴുവൻ ഒന്ന് ഉരച്ചെടുക്കട്ടെ. ഇതേണ്ടേ, നമ്മളിപ്പോൾ ഇങ്ങനെ ജെല്ല് നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക. നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലപോലെ തേക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. അല്ലാതെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അരിപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കുക. ഞാൻ ഇപ്പോൾ സ്പൂൺ കൊണ്ടൊന്നും അല്ല, ചുമ്മാ ഇതിനകത്തൊരു കമത്തിയിടുക കേട്ടോ. നമുക്ക് മുഖത്ത് തേക്കാൻ ആവശ്യമുള്ള. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. വേറെ വെള്ളം ഒന്നും ചേർക്കില്ല കേട്ടോ, ഇത് മാത്രം മതി. വേറെ വെള്ളം ഒന്നും ചേർക്കാതെ ഈ ജെല്ല് മാത്രം ചേർത്ത് ഇത് മിക്സിയിലെ ജാറിനകത്തിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. ഇപ്പം ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ. വേണ്ട ഇത് കണ്ടോ. ഇപ്പം നമുക്കിങ്ങനെ ഇത്രയും തിക്കായിട്ട് കിട്ടും. ഇത്രയും തിക്കായിട്ട് എടുക്കാവുള്ളൂ, ഒത്തിരി ലൂസ് ആക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിത് അരയ്ക്കുമ്പം അതിനകത്ത് ഇച്ചിരി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ലൂസായി കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ഒരു ഇച്ചിരി കൂടെ കറ്റാർവാഴയുടെ തണ്ടേന്ന് ജെല്ലിങ്ങനെ എടുത്താൽ മതി കേട്ടോ. വെള്ളം ചേർക്കരുത്. വീണ്ടും നിങ്ങൾ അതിലേക്ക് ഒരു ഇച്ചിരിയും കൂടെ ജെല്ല് മാത്രമേ ചേർക്കാവുള്ളൂ, പച്ചവെള്ളം ചേർത്ത് അരയ്ക്കുകയും ചെയ്യരുത്. അപ്പം ഞാൻ ഇതെൻ്റെ മുഖത്തോട്ട് ഇടാനായിട്ട് പോവാണേ. ഇപ്പം മുഖമെല്ലാം ഞാൻ കഴുകിയതാണ് നല്ലപോലെ. ഇപ്പോൾ ഏത് പായ്ക്ക് ഇടുമ്പോഴും നല്ലപോലെ ഒന്ന് മുഖം കഴുകുക. കഴുകിയതിന് ശേഷമേ മുഖത്തിടാവുള്ളൂ. നമ്മളിത് ഇങ്ങനെ എടുത്താൽ മാത്രമേ നമ്മുടെ മുഖത്ത് നമുക്ക് നല്ലതായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ജെല്ല് എടുത്തേച്ച് ഇങ്ങനെ ചിരണ്ടി എടുത്തേച്ചാണ്, അല്ല സ്പൂൺ കൊണ്ട് ചിരണ്ടി എടുത്തേച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റത്തില്ല. തേക്കുന്ന അനുസരിച്ച് അതിങ്ങനെ ഒന്നെങ്കിൽ കുഴകുഴാന്നങ്ങിരിക്കും, എന്നിട്ടത് മുഖത്തു നിന്ന് ഇങ്ങനെ തെന്നി 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 പോവുകയും ചെയ്യും. ഇതുപോലെ നമുക്ക് അപ്പോൾ ഇത്രയും ലൂസായിട്ട് നമുക്ക് നമ്മുടെ മുഖത്തിട്ട് തേക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇപ്പോൾ നല്ലപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജെല്ല് നമുക്ക് അതിന് നല്ലപോലെ ഈ അരിപ്പൊടിക്കകത്ത് ഇങ്ങനെ എടുക്കാനും പറ്റും. ഇത്രയൊന്ന് മുഖത്തിട്ട് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട്, ഒത്തിരി നേരം ഒന്നും വേണ്ട കേട്ടോ, ഒരു ഇച്ചിരി നേരം ഒന്ന്. ഇനി എന്നിട്ട് മുഖത്തോട്ടം തേക്കുക.
ഇതൊക്കെ നമുക്ക് വലിയ ചിലവില്ലാത്തതാണ്. കറ്റാർവാഴ തണ്ട്, പിന്നെ അരിപ്പൊടി വീട്ടിലുള്ളതാണ്. എല്ലാവരും വീട്ടിൽ പച്ചരിയുണ്ട്. ഇനിയിപ്പം ഒരിച്ചിരി പച്ചരി വെള്ളത്തിട്ടൊന്ന് കുതിർത്ത് പൊടിച്ചെടുത്താലും മതി. അല്ലാതെ നമ്മളൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങളില്ല. ഇതിങ്ങനെ സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒത്തിരി ലൂസാക്കിയാൽ ഒലിച്ച് ദേഹം മുഴുവനും ആകും. ഇങ്ങനെ ഇത് മുഖത്തിട്ടേച്ച് ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞേച്ച് നമുക്ക് തുടയ്ക്കാവേ. പിന്നെ നല്ലപോലെ മുഖത്തിട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഇതായിട്ട് ഒട്ടും സ്ഥലം വിട്ടേക്കല്, ഇങ്ങനെ ഈ പുരട്ടാതെ വിട്ടേക്കല്, നല്ല ഇതായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം. മുഖത്ത് മോക്കുരു വരുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്. മോക്കുരു കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണാവേ. ഇതിപ്പോൾ ഞാൻ മുഖത്ത് ചെയ്തതെന്ന് വെച്ചാൽ വെറും നോർമൽ വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്താണേ. മുഖം ഒന്ന് ടൈറ്റായത് ഇത് തേച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മുഖം നല്ലപോലെ അങ്ങ് ടൈറ്റായപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ഇച്ചിരി സ്പ്രേ ചെയ്തതാണ്. ഒത്തിരി ഇങ്ങോട്ട് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം തൊട്ടിങ്ങനെ കൈകൊണ്ട് തുടച്ചെടുത്താലും മതി കേട്ടോ. മുഖം നല്ലപോലെ ഒന്ന് തുടയ്ക്കട്ടെ. മുഖമെല്ലാം ഇപ്പം നല്ലപോലെ തുടച്ചു വൃത്തിയാക്കി, കഴുകിയില്ല കേട്ടോ, തുടച്ചതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും മുഖത്തിന് വന്നിരിക്കുന്ന ആ വ്യത്യാസം. നല്ല കളറാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു സാധനമാണ്. ആ ജെല്ലും അരിപ്പൊടി ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അപ്പം നമ്മളുടെ മുഖം നല്ലപോലെ ഒന്ന് ടൈറ്റ് ആകും. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് ടൈറ്റായി തുടങ്ങും. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ അങ്ങ് ടൈറ്റ് ആകും മുഖം. അപ്പം നമ്മുടെ ഈ മുഖത്തിന് ഇവിടെ ഒരു തൂങ്ങൽ, കവിളൊക്കെ ഇങ്ങനെ തൂങ്ങാന്നൊക്കെ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് തൂങ്ങുമല്ലോ. അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല. കറ്റാർവാഴ അരിപ്പൊടി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കറ്റാർവാഴയുടെ ജെല്ല് ചേർത്ത പൊടി അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷമേ നിങ്ങൾ അരച്ചെടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. മറ്റല്ല നിങ്ങളെടുത്ത് ഒരുമാതിരി കഴക്കം മുഴക്കം കിടക്കത്തേ ഉള്ളൂ. മുഖത്ത് തേച്ചാൽ അവിടെ ഇവിടെ എല്ലാം ഇതായിട്ടിരിക്കും, മുഖത്തൊന്നും ഒളിച്ചതല്ല. ഇങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് നല്ല പോലെ ജെല്ല് ഫുള്ള് നമുക്ക് ആ പൊടിക്കകത്ത് നമുക്ക് നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം ഒട്ടും ചേർക്കാതിരിക്കുക. ജെല്ല് വീണ്ടും വേണം ഇച്ചിരി കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക. അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇവിടുത്തേക്ക് കളർ വ്യത്യാസം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് കേട്ടോ. മുഖത്തെയും കഴുത്തിൻ്റെയും കൂടെ കളർ വ്യത്യാസം കണ്ടോ. മുഖത്തിന് നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത്. അങ്ങനെ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ കുക്കിങ്ങും ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാവേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എല്ലാവരും. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. രാവിലെ മുതൽ ഒരു വല്ലാത്ത കാലാവസ്ഥയാണേ.
മഴ ശരിക്കും പെയ്യുമോ അതും ഇല്ല, എന്ന് ചാറി ചാറി നിൽക്കുകയാണ്. അപ്പം ഞാൻ മീനൊക്കെ വെട്ടാനായിട്ടൊന്ന് വെള്ളോട്ട് ഇറങ്ങിയതാട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെങ്കിൽ ഈ മീൻ വെളിയിൽ നിന്ന് വെട്ടിയാലേ ശരിയാവുള്ളൂ. പിന്നെ കുറച്ച് നല്ല പച്ചമത്തി കിട്ടിയിട്ടുണ്ട്. പച്ചമത്തി, ഈ മീനിന് പല പേരാണ് പല സ്ഥലത്തും പറയുന്നത്. ചിലയിടത്ത് പറയും പിന്നെ തൂളി എന്ന് പറയും, ചിലയിടത്ത് പുല്ലൻ. നമ്മുടെ ജയച്ചേച്ചിയൊക്കെ എപ്പോഴും പുല്ലൻ എന്ന് പറയുന്ന ഈ മീനെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞ് നല്ല ഫ്രഷ് മത്തി. ഇതുപോലെ ഈ മീൻ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ഇതിൻ്റെ ചെതമ്പിൽ കളഞ്ഞേച്ച് ഉരച്ച് കഴുകിയാണ് എടുക്കുക. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിക്കൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ പുളിവെള്ളമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇത് കഴുകി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് ഈ മീൻ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ അജിത ചേച്ചിയുടെ ചാനലിനകത്താണ് കണ്ടത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ വെട്ടുന്ന കണ്ടായിരുന്നു, പക്ഷെ അന്ന് അത്ര വലിയ കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മീൻ എടുത്തപ്പോഴും ചേച്ചി പറഞ്ഞു അത് ഇങ്ങനെ തൊലി പൊളിക്കുന്നതാണ് എളുപ്പമെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരവും ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പൊളിക്കാൻ നോക്കിയിട്ട് ശരിയായില്ലായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു 2 സൈഡും ചെത്തി കളഞ്ഞതിന് ശേഷമേ പൊളിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഞാൻ മീനിൻ്റെ 2 സൈഡും ഒന്ന് ചെത്തി കളഞ്ഞെടുക്കട്ടെ. അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് നല്ലപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ പറയുന്ന കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. കയ്യിൽ ഇച്ചിരി ഉപ്പ് എടുത്ത് പിടിച്ചാൽ കയ്യും തെന്നി പോകുകയല്ല. ഇത് ഉപ്പ് പൊടി ഇങ്ങനെ പുരട്ടി വെച്ച് ഇതേ പിടിച്ചാൽ മതി, കയ്യും തെന്നി പോകുകയില്ല. ഇതുണ്ട്, ഇങ്ങനെ ഈ സൈഡ് നല്ലപോലെ ചെത്തിക്കളണം. നല്ലപോലെ വെച്ചാൽ ഈ മേലത്തെ തൊലി ശരിക്കും ചെത്തിക്കളണം കേട്ടോ, എന്നാലേ നമ്മളത് പൊളിച്ചാൽ വരത്തുള്ളൂ, ഇല്ലേ വരികയില്ല. വേണ്ടേ, ഇതിപ്പോൾ 2 സൈഡും ഞാനിങ്ങനെ ചെത്തിയെടുത്തേക്കുവാണ്. 2 സൈഡും നമ്മളിങ്ങനെ തുമ്പ് വരെ ചെത്തി വിടണം കേട്ടോ, അല്ലെങ്കിൽ പതുക്കെ വെച്ച് അതിങ്ങിതായിപ്പോവും. എന്നിട്ട് വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു ശകലം തൊലി എടുത്തേച്ച് നമുക്കൊന്ന് പിടിക്കാൻ പറ്റുന്ന രീതിക്ക് എടുത്താൽ മതി. കൈ നമുക്കിങ്ങനെ തെന്നുന്നതുകൊണ്ടാണ്. അതിന് ഇച്ചിരി ഉപ്പ് ഞാനിങ്ങനെ കയ്യെ പറ്റിച്ച് ഉപ്പോട് കൂടി പിടിക്കും, അന്നേരം കൈ തെന്നിപ്പോകത്തില്ല. ഇത് കണ്ടോ, നല്ലപോലെ നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരെണ്ണം വെട്ടിയായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടോ, 2 സൈഡും നല്ലപോലെ ഉരിച്ചെടുത്ത് വെട്ടിയത് എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ എടുക്കാനായിട്ട്. മറ്റേ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് പിന്നെ കല്ലിലിട്ട് ഉരയ്ക്കണം, അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ ഇടണം, അല്ലെങ്കിൽ ഉപ്പിനകത്ത്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. കൈ തരുന്നതിന് ശകലം ഉപ്പ് ചേർത്ത് ഇങ്ങനെ പിടിച്ചാൽ മതി. മീനെല്ലാം കഴുകിക്കൊണ്ട് വന്ന് ഞാൻ എല്ലാം പീസാക്കി റെഡിയാക്കി എടുത്തു. അപ്പോൾ നമുക്കിനി കറി വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കും. എന്നിട്ട് വെളുത്തുള്ളി, ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. കിലോയ്ക്ക് തന്നെ 100 രൂപയാണ് വില. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്തേച്ച് നമുക്ക് അത് നല്ലപോലെ ഒന്ന് മൂത്ത്, ഞാനകത്ത് ഇഞ്ചി ചേർക്കത്തില്ല കേട്ടോ, ഇവർക്ക് ഇഞ്ചി വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. അത് നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കുവേ, കാര്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി ഞാൻ ഒത്തിരി ചേർക്കത്തില്ല, കുറച്ച് മുളക് പൊടി ചേർത്തേച്ച് ബാക്കി പിന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അന്നേരം എരിവും വരത്തില്ല, നല്ല കളറും കിട്ടും, മീൻകറിക്ക് നല്ല കൊഴുപ്പുമായിരിക്കും.
കറിക്ക് കളർ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർക്കാൻ പറയണ്ടേ, നല്ല ചുമല കളറിൽ തന്നെ ഇരിക്കുന്നത്. അത് എണ്ണയ്ക്കകത്തിട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കും. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചേച്ച് ഞാൻ എണ്ണയൊക്കെ മീൻകറിക്ക് നല്ലപോലെ ചേർക്കും കേട്ടോ. ശകലം, ഒത്തിരി ഉലുവപ്പൊടി ചേർക്കത്തില്ല. ഈ ആറ്റുമീനായിട്ട് ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കത്തില്ല. അല്ലാതെ മീനൊക്കെ ആണെങ്കിൽ എന്നാലും ഒത്തിരി ചേർക്കത്തില്ല, ശകലം. ഇതിനൊക്കെ കൂടുതൽ ഇച്ചിരി കൂടെ ചേർക്കും. ഇതിലേക്കിനി വെള്ളം ഒഴിച്ചെടുക്കും. ചുമ്മാ പച്ചവെള്ളം ഒഴിച്ചെടുക്കും കേട്ടോ. ചൂടുവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ചേർക്കും. നമുക്ക് അതിനനുസരിച്ചാണ് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി എടുക്കുന്നത് കേട്ടോ. നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ മുളകും മല്ലിപ്പൊടിയൊക്കെ ശകലം ചേർത്തേച്ച് വെള്ളം കുറേ ഗ്രേവി വേണമെന്ന് പറഞ്ഞ് ഒഴിച്ചാണ്ടല്ലോ, കറി ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും. ഇതിലേക്കിനി ഉപ്പ്, ഞാൻ ഇത്രയും കുടംപുളി ഇടുന്നില്ല, ഇത് തന്നെ കൂടുതലാണ്. 2 കഷ്ണം ഇട്ടാൽ തന്നെ ഭയങ്കര പുളിയാണ്. ഇത് ആനക്കുട്ടിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്നാണേ, കോന്നിന്ന്. അപ്പം നല്ല പുളിയാണ്. 1 കഷ്ണം ഇട്ടാൽ മതി, ഭയങ്കര പുളിയാണ്. അതുകൊണ്ട് അത്രയും പുളി മതി. ഇത് നല്ലപോലെ തിളക്കട്ടെ. അരപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കറിക്ക്. ഇത് ഞാൻ 2-3 ഇങ്ങനെ വറക്കാനായിട്ട് ഇതുപോലെ നടുക്കൂടെ കീറിയാണ് ഞാൻ വറക്കാനായിട്ട് എടുക്കുന്നത്. ഒന്ന് അങ്ങനെ കീറി എടുത്തതും കൂടെ ഞാനിപ്പോൾ കറിക്കകത്തോട്ടിടാനായിട്ട് എടുത്ത്. ഒത്തിരി ഉണ്ട് വറക്കാനായിട്ട്, അപ്പം അത്രയും വറക്കാൻ വേണ്ട. ഇത് മുള്ളുള്ള മീനാണ്, കറിക്കകത്ത് ഇടാമെങ്കിൽ അത്രയും മുള്ളു വരത്തില്ല. പക്ഷെ നല്ല രുചിയായി കറി മീനെ. ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. മീനെല്ലാം ഇട്ടു. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇവിടെ നിന്നത് വെന്ത് സെറ്റാട്ടെ. മീൻകറി സെറ്റായി. നല്ല ഈ ചാറിനി ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അങ്ങ് തിക്കാകും കേട്ടോ. ഇത് ഇച്ചിരി നെയ്യുള്ള പോലത്തെ സൈസ് മീനാണ്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഈ ചാറ് ഒന്നും കൂടെ അങ്ങ് കുറുകും. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നമ്മുടെ മീൻകറി റെഡിയായി. ഉപ്പൊന്ന് നോക്കിയോട്ടെ. ഉപ്പ് നോക്കി കറിവേപ്പില ഇടാം. ശകലം ഉപ്പാണ്, ശകലം. ഞാൻ പറയില്ല, ശകലം പുളി ഇട്ടാൽ മതി, നല്ല പുളിയുണ്ട്. ശകലം ഉപ്പും കൂടെ ചേർത്ത് സ്പൂണിട്ട് ഒത്തിരി ഇട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും മീൻ. ഇതിലേക്ക് കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണയോട് ഒഴിച്ചാൽ നമ്മുടെ മീൻകറി സെറ്റായി. ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഇതിങ്ങനെ ഇനി ഇളക്കി കൊടുക്കാവുള്ളൂ. തവിയിട്ട് ഒത്തിരി ഇട്ട് ഇളക്കരുത്.